L3 അസ്രായേൽ വരുന്നു. ഒടിയൻ നമ്മളെ ഞെട്ടിക്കും. ഒറ്റക്കൊമ്പൻ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി റെക്കോർഡ് വിജയം സ്വന്തമാക്കിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഒബ്സഷൻ. ചിത്രത്തിന്റെ 19 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 19 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 4,14,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 88,12,00,000 രൂപയും സ്വന്തമാക്കിയ ഒബ്സഷന്റെ 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 2,720 കോടി രൂപയോളമാണ്. വെറും 9,50,00,000 രൂപ മാത്രമാണ് ഈ ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം സൂര്യ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 47. സൂര്യ ഒരു ക്രൈസി പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ നസ്രിയ, നസ്ലിൻ, ആനന്ദരാജ്, ജോൺ വിജയ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നുവരുന്ന സൂര്യ 47ന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒരു ടീസർ മുഖേന പുറത്തിറക്കാനായി മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ജൂലൈ 23 തീയതി സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാവും ഈ ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തുവരിക. ലാലേട്ടനെ നായകനാക്കി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു സർവൈവൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് L367. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി തയ്യാറാവുന്ന L367ന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനൊപ്പം വമ്പൻ താരനിര അണിനിരക്കുന്ന L367ന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ തുടക്കമാവും. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് L367 എന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത്. 2027 സമ്മർ റിലീസിനാണ് ഈ ചിത്രം റിലീസിനെത്തുകയും ചെയ്യുക. ദുരന്തർ എന്ന സിനിമയ്ക്ക് ശേഷം ആദിത്യദാർ സംവിധാനം ചെയ്യാനിരിക്കുന്ന അടുത്ത സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രഭാസിനെ നായകനാക്കി ഇന്ത്യ നടത്തിയ ഒരു മിലിറ്ററി ഓപ്പറേഷനെ ബേസ് ചെയ്താണ് ഈ സിനിമ ഒരുങ്ങുന്നതെന്നും പ്രഭാസ് ഒരു ആർമി ഓഫീസറുടെ വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് 2027ന്റെ തുടക്കത്തിൽ തന്നെ ആരംഭമാകുമെന്നും പറയപ്പെടുന്നു. കാത്തിരിക്കാം ആദിത്യദാർ പ്രഭാസ് കൂട്ടുകെട്ടിലെത്താനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു ഹൊറർ ഫാന്റസി കോമഡി മൂവിയാണ് സീക്രട്ട് ഓഫ് കലിംഗ. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നാളെ മുതൽ സീക്രട്ട് ഓഫ് കലിംഗ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് ഫാന്റസി സിനിമയാണ് വാരണാസി. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന വാരണാസിയുടെ എൻഡയർ ഷൂട്ട് വരുന്ന ജൂലൈ മാസത്തോടെ പൂർത്തിയാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് 6 മാസം നീണ്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വാരണാസിക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുമുണ്ട്. അതും പൂർത്തീകരിച്ച ശേഷം 2027 ഏപ്രിൽ മാസം 7 തീയതി സ്പാനിഷ്, ഇംഗ്ലീഷ്, പോർച്ചുഗീസ് ഉൾപ്പെടെ 20ലധികം ഭാഷകളിലായിട്ടാവും വാരണാസി റിലീസിനെത്തുക. ഇതിനിടയിൽ വാരണാസിയുടെ ഒരു ഗ്ലിംസ് അണിയറയിൽ ഒരുങ്ങുന്നതായും ഈ വരുന്ന ഓഗസ്റ്റ് 9 തീയതി ആ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തു വരുമെന്ന തരത്തിലും ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 1000 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന വാരണാസിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന ദൃശ്യം 3 ഇന്ന് രാത്രി മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ചിത്രം OTT റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ദൃശ്യം 3യുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചിത്രം റിലീസിനെത്തി ഇന്നത്തോടെ 28 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. 28 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 90 കോടി രൂപയും ലോകമെമ്പാട് നിന്നും 237 കോടി രൂപയുമാണ് ദൃശ്യം 3ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ കേരളത്തിലും ലോകമെമ്പാടുമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച 4ാമത്തെ മലയാള സിനിമ, 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ മലയാള സിനിമ, ലാലേട്ടന്റെ കരിയറിലെ 3ാമത്തെ 200 കോടി കളക്ഷൻ നേടുന്ന മലയാള സിനിമ എന്നിങ്ങനെയുള്ള നേട്ടങ്ങളും ദൃശ്യം 3 സ്വന്തമാക്കിയിട്ടുണ്ട്. ഹോളിവുഡിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് ദ ബാറ്റ്മാൻ പാർട്ട് 2. റോബർട്ട് പാറ്റിൻസൺ, സ്കാർലറ്റ് ജോഹാൻസൺ, ജെഷ്രി റൈറ്റ്, ആൻഡി സെർക്കിസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാറ്റ് റീവീസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു തുടക്കമായത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം മൂവി ടീം നടത്തുകയുണ്ടായി. അടുത്ത വർഷം 2027 ഒക്ടോബർ 1 തീയതിയാണ് ദ ബാറ്റ്മാൻ പാർട്ട് 2 റിലീസിനെത്തുക. പിച്ചൈക്കാരൻ എന്ന സിനിമയ്ക്ക് ശേഷം വിജയ് ആന്റണിയെ കേന്ദ്ര കഥാപാത്രമാക്കി ശശി, വിജയ് ആന്റണി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നൂർസാമി. ഒരു റൂറൽ ആക്ഷൻ ഡ്രാമ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ സ്വാസികയാണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. വരുന്ന ജൂൺ 19 നൂർസാമി തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. ലൂസിഫർ, എമ്പുരാൻ എന്നീ സിനിമകളുടെ തുടർച്ചയായ L3 അസ്രായേൽ എന്നാവും ആരംഭിക്കുക എന്നത് പലർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പോഴിതാ L3 അസ്രായേലിന്റെ സാധ്യതകളെ പറ്റി ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഖലീഫ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരുന്ന പൃഥ്വിരാജ് സുകുമാരൻ അടുത്തതായി ജോയിൻ ചെയ്യുന്നത് രാഹുൽ സദാശിവൻ ചിത്രം ഒടിയനിലാണ്. വരുന്ന സെപ്റ്റംബർ മാസം ഒടിയന്റെ ചിത്രീകരണം ആരംഭിച്ച് നവംബർ മാസത്തോടെ ഒടിയന്റെ എൻഡയർ ഷൂട്ടിംഗ് വർക്കുകൾ മൂവി ടീം പൂർത്തീകരിക്കും. അതിനുശേഷം പൃഥ്വിരാജ് അടുത്തതായി L3 അസ്രായേലിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടക്കുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം
ലാലേട്ടന് അസ്രായേലിന് മുമ്പായി തരുൺമൂർത്തി ചിത്രം അതിമനോഹരം, വിഷ്ണു മോഹൻ ചിത്രം L367, ഇതുകൂടാതെ ദിലീഷ് പോത്തൻ ചിത്രവും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊപ്പം കേൾക്കുന്ന മറ്റൊരു അസ്രായേൽ അപ്ഡേറ്റ് എന്തെന്നാൽ കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ടെക്നീഷ്യന്മാർ ആയിരിക്കില്ല L3യിൽ വർക്ക് ചെയ്യുക. ക്യാമറമാൻ സുജിത് വാസുദേവിനെയും മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവിനെയും L3 അസ്രായേലിൽ നിന്നും ഒഴിവാക്കുന്നുവെന്നും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം. മുരളി ഗോപിയുടെ തിരക്കഥയിൽ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന L3 അസ്രായേലിനായി പ്രശസ്ത ഹോളിവുഡ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഇന്ത്യയിലേക്ക് എത്തുന്നു. തന്റെ അടുത്തതായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ദ ഒഡീസി എന്ന ചിത്രത്തിന്റെ ഇന്ത്യൻ പ്രീമിയർ ടൂറിന്റെ ഭാഗമായിട്ടാണ് നോളൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ചിത്രത്തിലെ പ്രമുഖ നടന്മാരായ മാറ്റ് ഡാമോൺ, ടോം ഹോളണ്ട്, ചിത്രത്തിന്റെ നിർമ്മാതാവായ എമ്മ തോമസ് തുടങ്ങിയവർ നോളനൊപ്പം മുംബൈയിൽ വെച്ച് നടക്കുന്ന ദ ഒഡീസിയുടെ സ്പെഷ്യൽ പ്രീമിയർ ഷോയിൽ പങ്കെടുക്കും. അടുത്ത മാസം ജൂലൈ 17-നാണ് ദ ഒഡീസി റിലീസിനെത്തുക. ദളപതി വിജയ് ലാലേട്ടൻ കോംബോ ഒന്നിച്ച ജില്ല എന്ന ചിത്രം വരുന്ന ജൂൺ 19-ാം തീയതി റീ റിലീസിനെത്തുമെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്ന കാര്യമാണ്. എന്നാൽ ജില്ലയുടെ റീ റിലീസ് കേരളത്തിൽ ഉണ്ടാവില്ലെന്ന തരത്തിൽ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ജില്ല കേരളത്തിൽ റീ റിലീസ് ചെയ്യാത്തതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിജയ് ദേവരക്കൊണ്ടയെ നായകനാക്കി സങ്കൃത്യാൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ പീരീഡ് ആക്ഷൻ സിനിമയാണ് രണബാലി. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന രണബാലിയിലെ വില്ലന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. മമ്മി സിനിമകളിലൂടെ വില്ലനായി ഞെട്ടിച്ച അർണോൾഡ് വോസ്ലുവാണ് രണബാലിയിൽ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത്. 1800 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന ബ്രിട്ടീഷ് കോളനി വാഴ്ചയും ചെറുത്തുനിൽപ്പുമാണ് രണബാലിയുടെ പ്രമേയമായി പറയപ്പെടുന്നതും. രശ്മിക മന്ദാന ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന രണബാലി വരുന്ന സെപ്റ്റംബർ 11-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. MT വാസുദേവൻ നായർ സിനിമയാക്കാൻ ആഗ്രഹിച്ച ഒരു ദീർഘകാവ്യമായിരുന്നു ONV കുറുപ്പിന്റെ ഉജ്ജയിനി. എന്നാൽ ഇപ്പോൾ ഇതാ സംവിധായകൻ ഹരിഹരൻ ഉജ്ജയിനി സിനിമയാക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിലെ വിക്രമാദിത്യൻ എന്ന നായിക കഥാപാത്രമായിട്ട് മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളതും. ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയായി തയ്യാറാവുന്ന ഉജ്ജയിനി നിർമ്മിക്കുന്നത് കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പള്ളിയുമാണ്. നൃത്തവും പാട്ടും സംഘടനകളും നിറഞ്ഞ ഒരു ക്ലാസിക് സിനിമയായിട്ടാവും ഉജ്ജയിനി ഒരുക്കുകയെന്നാണ് ഹരിഹരൻ പറഞ്ഞിട്ടുള്ളതും. തമിഴിലെ ഹൊറർ കോമഡി മൂവി ഫ്രാഞ്ചൈസിയായ കാഞ്ചനയുടെ 4-ാം ഭാഗത്തിന്റെ ഒരുക്കത്തിലാണ് രാഘവ ലോറൻസ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിച്ച കാഞ്ചന 4ന്റെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ മഹാബലിപുരത്ത് വെച്ച് നടന്നു വരുന്നു. ചിത്രത്തിൽ നായകനായിട്ടെത്തുന്ന രാഘവ ലോറൻസ് തന്നെയാണ് കാഞ്ചന 4ന്റെ തിരക്കഥ, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. പൂജ ഹെഗ്ഡെ, നോറ ഫത്തേരി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിൽ ഇപ്പോൾ നയൻതാരയും പങ്കുചേർന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് പോർഷനിലാണ് നയൻതാര അഭിനയിക്കുന്നത്. വരുന്ന ജൂലൈ മാസത്തോടെ പൂർണ്ണമായ ചിത്രീകരണം പൂർത്തീകരിച്ച ശേഷം ഈ വർഷം ദീപാവലി റിലീസായിട്ടാവും കാഞ്ചന 4 തിയേറ്ററുകളിലേക്ക് എത്തുക. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒരു ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ, സിദ്ദിഖ്, ദിവ്യാപിള്ള, വിജയരാഘവൻ, കബീർ ദുഹാൻ സിംഗ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒറ്റക്കൊമ്പന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 90% ചിത്രീകരണം പൂർത്തിയായ ഒറ്റക്കൊമ്പന് ഇനി ഏകദേശം 25 ദിവസത്തെ ഷൂട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ ലൊക്കേഷൻ ആവട്ടെ ബാങ്കോക്കും മലേഷ്യയും. വരുന്ന ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മൂവി ടീം വിദേശത്ത് വെച്ച് നടക്കാനിരിക്കുന്ന അവസാനഘട്ട ചിത്രീകരണത്തിന്റെ വർക്കുകൾ ആരംഭിക്കുകയാണെന്നും അത് പൂർത്തീകരിച്ച ശേഷം വരുന്ന ഒക്ടോബർ മാസത്തിൽ പൂജ ഹോളിഡേസിനോടനുബന്ധിച്ച് ഒറ്റക്കൊമ്പൻ റിലീസിനെത്തുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ SMS, ബോസ് ഇംഗ്ര ഭാസ്കരൻ എന്നീ സിനിമകൾക്ക് ശേഷം M രാജേഷ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ തമിഴ് കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ജോളിയായിരുന്നു ഒരുത്തൻ. ജീവനായകനായിട്ടെത്തുന്ന ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നസ്ലിൻ നായകനായി തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ മോളിവുഡ് ടൈംസ്. ചിത്രത്തിന്റെ 12 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 12 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 8,50,00,000 രൂപയോളം സ്വന്തമാക്കിയ മോളിവുഡ് ടൈംസിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 18,70,00,000 രൂപയാണ്. 15 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ആക്ഷൻ കിങ് അർജുൻ നായകനായിട്ടെത്തിയ ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ ആദ്യ 20 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 20 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 14,52,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നും 31 കോടി രൂപയും സ്വന്തമാക്കിയ ബ്ലാസ്റ്റിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 73,50,00,000 രൂപയോളമാണ്. 17 കോടി രൂപ മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന ബ്ലാസ്റ്റ് വലിയൊരു വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. രാംചരൺ നായകനായിട്ടെത്തിയ പെഡ്ഡി എന്ന ചിത്രത്തിന്റെ ആദ്യ 12 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 12 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 65 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 212,40,00,000 രൂപയും സ്വന്തമാക്കിയ പെഡ്ഡിയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 329,94,00,000 രൂപയാണ്. 350 കോടി രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന പെഡ്ഡി തിയേറ്ററുകളിൽ ആവറേജ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഒടിയൻ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ ഒരു പ്രഖ്യാപന സമയം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഒരു വാർത്തയാണ് ഒടിയൻ എന്ന ടൈറ്റിൽ ഈ സിനിമയ്ക്ക് എങ്ങനെ ലഭിച്ചു, ഓൾറെഡി ഒടിയൻ എന്ന പേരിൽ ഒരു മോഹൻലാൽ ചിത്രം ഇല്ലേ എന്നൊക്കെ. എന്നാൽ ആശീർവാദ് സിനിമാസിന്റെ കയ്യിൽ നിന്നും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് NOC വാങ്ങിയ ശേഷമാണ് ഒടിയൻ എന്ന ടൈറ്റിൽ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് എന്തെന്നാൽ നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഒടിയന്റെ കഥ നടക്കുന്നത് 1800 കാലഘട്ടത്തിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഒടിയൻ എന്ന മിത്തോളജിക്കൽ സ്റ്റോറിയെ ബേസ് ചെയ്ത് പക്ക ഒരു ഹൊറർ സിനിമയായിട്ടാണ് ഈ ഒടിയൻ ഒരുങ്ങുന്നതെന്ന് കരുതപ്പെടാം.